തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള സംഘടനയുടെ വിലയിരുത്തലിൽ ഫാത്തിമ തഹ്ലിയെ പരാമർശിക്കാത്ത വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹ്റ മമ്പാടിന്റെ FB പോസ്റ്റിൽ വിമർശനം. ലീഗിന്റെ ആദ്യ വനിതാ MLA ആയ ഫാത്തിമ തഹ്ലിയയ്ക്ക് ആശംസ അർപ്പിക്കാത്തതെന്തെന്ന ചോദ്യവുമായി അണികൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ യോഗത്തെക്കുറിച്ചുള്ള കുറിപ്പിലാണ് വിമർശനം. മുഹമ്മദ് അസ്ലം ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. അസ്ലം, ലീഗിന്റെ ആദ്യത്തെ വനിതാ MLA ആണ്, അവർക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം നൽകിയില്ല. എന്താണ് ഈ വിമർശനത്തിൽ എന്താണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് അതിനുശേഷം ആദ്യ യോഗം എന്ന രീതിയിലാണ് സുഹ്റ മമ്പാട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് യോഗം ചേർന്നിരുന്നു. കാര്യങ്ങൾ വിലയിരുത്തി തുടർ പോരാട്ടങ്ങളുമായി വനിതാ ലീഗ് മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ കാര്യങ്ങളാണ് അതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മുസ്ലിം ലീഗിന് ആദ്യമായി വനിതാ MLA ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. പേരാമ്പ്രയിൽ നിന്ന് ഫാത്തിമ തഹ്ലിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലീഗിന്റെ വനിതാ MLA എന്ന നിലയിൽ ചരിത്രത്തിൽ കയറിയതാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു വരി പോലും അതിൽ എഴുതിയിട്ടില്ല. നമുക്കറിയാം, ഫാത്തിമ തഹ്ലിയയ്ക്ക് സീറ്റ് നൽകിയത് സംബന്ധിച്ച് വനിതാ ലീഗിന് അമർഷമുണ്ടായിരുന്നു. വനിതാ ലീഗിന്റെ നേതാക്കളെ പരിഗണിക്കാതെ ഫാത്തിമ തഹ്ലിയയ്ക്കും ജയന്തിരാജിനും സീറ്റ് നൽകിയതിൽ തന്നെ വലിയ തോതിൽ ആ സമയത്ത് വിമർശ ഉന്നയിക്കപ്പെടുകയും ചെയ്തതാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ പരാമർശിക്കപ്പോഴും ചെയ്യാത്തത്. അതേസമയം തന്നെ ആ പോസ്റ്റിന് താഴെ സാമൂഹ്യ മാധ്യമ ഫേസ്ബുക്കിൽ നിരന്തരമായി തന്നെ പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ആ ലീഗിന്റെ ആദ്യ വനിതാ MLA നിങ്ങൾ ആ യോഗത്തിലേക്ക് വിളിച്ചില്ല, അവർക്ക് ഒരു ആശംസ അർപ്പിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് അതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഇക്കാര്യത്തിൽ ചർച്ചകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ലീഗ് നേതൃത്വം ഇടപെട്ടെങ്കിൽ പോലും ഫാത്തിമ തഹ്ലിയയ്ക്ക് സീറ്റ് നൽകിയത് സംബന്ധിച്ചും അതിൽ അവർ വിജയം നേടി ആദ്യ ഒരു വനിതാ MLA ലീഗിനുണ്ടായിട്ട് പോലും അതിനെപ്പോലും പ്രശംസിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അവരുടെ ആ ഒരു ആഭ്യന്തര പ്രശ്നം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു വ്യക്തമായ സൂചനയാണ് സുഹ്റ മമ്പാടിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റും അതിനുശേഷം താഴെ വന്ന ഈ കമന്റുകളും വിമർശനങ്ങളെല്ലാം തന്നെ. എന്തായാലും ആ തർക്കം അവിടെ നിലനിൽക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ വനിതാ ലീഗിനെ സംബന്ധിച്ചോളം 2 തവണ അവസരം ലഭിച്ചെങ്കിലും അവർക്ക് ആ വിജയം യാഥാർത്ഥ്യമായിരുന്നില്ല. ഒരു പുതുതലമുറക്കാരി അവരിൽ വിജയിച്ചതിന് ഒരുപക്ഷെ ആ അർത്ഥത്തിൽ അവരെ സ്വാഗതം ചെയ്യുകയും വീണ്ടും അടുത്ത ഘട്ടത്തിലെങ്കിൽ പോലും വനിതാ ലീഗിന്